ഏയ് ഒരു ഓട്ടം പോണം. ആ ഓട്ടം പോകാലോ. വീട് വരെ ആധാർ കാർഡിന്റെ മറന്നു വെച്ചു. അയ്യോ ഞാൻ പോവാ, അതിന് പോവാ. മീറ്റർ ഇട്ടേ ഓടാൻ പാടുള്ളൂ കേട്ടോ. മീറ്റർ ഇട്ട് തന്നെ ഓടുള്ളൂ. മീറ്റർ ഇട്ട് ഓടാ. മീറ്ററിലുള്ള കാശ് തന്നാ മതി. മീറ്ററിലെ കാശ് തരുള്ളൂ. ആ മതി, അത് തന്നാ മതി. മീറ്ററിലെ പൈസ തരുള്ളൂ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മീറ്ററിലുള്ള കാശ് തന്നാ മതി. ഇതെന്താ 30? 30 കൊടുക്കല്. ഈയല്ലേ മീറ്ററിലുള്ള കാശ് തന്നത്. മീറ്റർ ഇട്ട് ഓടണമെന്ന് പറഞ്ഞു. ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് മുതൽ ഓട്ടോറിക്ഷക്കാരെ തട്ടിപ്പൊക്കെ നിൽക്കുന്നു പറഞ്ഞു. 30 റുപ്യ പോരാ. ഈ മീറ്ററിൽ നോക്ക്. മീറ്ററിൽ എത്ര റുപ്യ ഉണ്ട്? ഈയല്ലേ മീറ്റർ ഇട്ട് ഓടണം. ഓട്ടോറിക്ഷക്കാർ നിങ്ങളെ പറ്റിക്കാണെന്ന് പറഞ്ഞു. മീറ്ററിലുള്ള കാശ് തരണം, അല്ലാതെ കാര്യം നടക്കില്ല. ഞാൻ പറ്റില്ല കാര്യം, നടക്കില്ല കാര്യം. ഇതിലിപ്പോ നോക്ക് എത്ര റുപ്യ ഉണ്ട് ഇതിൽ. ഇതില്ല 58 റുപ്യ 50 പൈസ ഉണ്ട്. ആ കാശ് തന്നേ പറ്റുള്ളൂ. 30-ന് 35-ന് 40-ന് നിങ്ങളെ കൊണ്ടുചേർത്ത് ഈയല്ലേ പറഞ്ഞു മീറ്ററില്ലാതെ ഓടാൻ പറ്റില്ല. ഓട്ടോറിക്ഷക്കാർ നിങ്ങളെ പറ്റിക്കാണെന്ന് പറഞ്ഞു. നടക്കില്ല. മീറ്ററിലുള്ള കാശ് പറ്റില്ല. 58 റുപ്യ 50 പൈസ ഇതിൽ കാണാം. അന്നേക്ക് മീറ്റർ ഇട്ട് പോണെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ ഓട്ടോറിക്ഷക്കാരെ ഇല്ലാതൊക്കെയല്ലേ, ഓട്ടോറിക്ഷക്കാരെ കളിയാക്കല്ലേ. നിയമം തന്നെ എത്തും. അങ്ങോട്ട് പോയി ആ ചാർജും ഇങ്ങോട്ടും തരണം, അതന്നെ നിയമം. നടക്കില്ല. 58 റുപ്യ 50 പൈസ ആണ്. അത് വാങ്ങിട്ട് ഞാൻ പോകും. നടക്കില്ല. ഇതിൽ മീറ്ററിലേക്ക് നോക്കി ഇല്ലേ മീറ്ററിലുള്ള കാശ് തരാറിന്. മീറ്ററിലുള്ള കാശ് തരാറിഞ്ഞിട്ടില്ല ഇതിന്റെ വണ്ടി വിളിച്ചു പോയി. മീറ്റർ ഇടാനേ പറഞ്ഞിട്ടുള്ളൂ. അതെ മീറ്റർ ഇട്ടു, അതിലുള്ള കാശ് തരണം. നിയമമാണ്. അതെ മീറ്ററിലുള്ള കാശ് തരാണ് നിയമമാണ്. മീറ്റർ ഇട്ടാലും വേണ്ടില്ല ഇട്ടില്ലും വേണ്ടില്ല, സാധാരണ കൊടുക്കണം 30 തന്നെ തരുള്ളൂ. ഇത് ഓട്ടോറിക്ഷക്കാരെ യാത്രക്കാരെയും കൂടി തല്ലിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ നിയമങ്ങൾ പഠിച്ചു വിട്ടു. ഇതിപ്പോ നാട്ടുകാരായിട്ട് മുഴുവൻ തല്ലേണ്ട ഇതായി. മീറ്റർ ഇട്ട് ഓടാൻ പറഞ്ഞു. മീറ്ററിലുള്ള കാശ് കേട്ടുണ്ടോ? ആ ടല്ലിയനും ഇത് എവിടുത്തെ നീതിയോടോ?